മഴയും കോടമഞ്ഞും നല്ല തണുത്ത കാറ്റും കൂടെ കടുപ്പത്തിലൊരു ചൂട് ചായയും. ദിവസവും നൂറുകണക്കിന് ആളുകൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു ചായ കുടിക്കുവാൻ വേണ്ടി മാത്രം ഒരു ചായക്കട തേടി വരുന്നു. എന്തായിരിക്കും ആ ചായക്കടയുടെ പ്രത്യേകത? കുട്ടിക്കാനം ഗ്ലെൻമേരിയിലുള്ള ആ വൈറൽ ചായക്കടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ മുണ്ടക്കയത്തു നിന്നും പോന്നപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കുട്ടിക്കാനം ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഒരല്പം തോർന്നിട്ടുണ്ട്. നമുക്ക് കുട്ടിക്കാനത്ത് നിന്നും ഏകദേശം ഒരു 9 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമ്മുടെ ചായക്കടയിലെത്താൻ. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഏലപ്പാറ കട്ടപ്പന റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ കുട്ടിക്കാനമൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. റോഡിൻ്റെ ഇരുവശത്തും നല്ല പച്ച പുതച്ച തേയിലത്തോട്ടങ്ങളും പിന്നെ ദൂരെ മലയിൽ കോടമഞ്ഞുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുട്ടിക്കാനം കഴിഞ്ഞ് നമ്മളൊരു 4 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം ഗ്ലെൻമേരി റോഡ് വഴി വേണം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ. നമ്മളിപ്പോൾ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ. അപ്പോൾ പള്ളിക്കുന്നിൻ്റെ മേമലയ്ക്കും ഇടയ്ക്കാണ് ഈ ഗ്ലെൻമേരി റോഡുള്ളത്. നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മുടെ ഈ ചായക്കടയുടെ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒത്തിരി ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കുട്ടിക്കാനത്ത് ഇങ്ങനെ ഒരു ചായക്കടയുണ്ട്, അപ്പോൾ ഒരു തവണയെങ്കിലും അവിടെ പോകണം, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഗ്ലെൻമേരി റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടി ഉള്ളിലോട്ട് സഞ്ചരിക്കാനുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഗ്ലെൻമേരി റോഡിലേക്ക് പ്രവേശിച്ചു. ഈ വഴി നമുക്ക് പാമ്പനാറൊക്കെ എത്താൻ പറ്റും കേട്ടോ. പാമ്പനാറ് വഴി കുമ്പളിയൊക്കെ ഈ വഴി പോകാൻ പറ്റും. പിന്നെ ഇതുവഴി വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ പരിമിതമായിട്ടുള്ള ഒരു സൗകര്യമൊക്കെ വെച്ച് നമ്മളവയൊക്കെ ഒന്ന് പകർത്തിയിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
നമ്മളിപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തിരിച്ച് വന്ന വഴിക്ക് വീഡിയോ എടുത്തതാണ്. മഴ തോർന്ന സമയമായിരുന്നു അന്നേരം. നമുക്ക് കുറച്ച് ദൂരം കൂടി പിന്നിടാനുണ്ട്. റോഡ് ഇച്ചിരി മോശം അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മളതെല്ലാം നോക്കിയും കണ്ടും വേണം, ശ്രദ്ധിച്ച് വേണം ഇതിലേ പോകാൻ. ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കാണും. നമുക്ക് അവിടെ ചെന്നാലേ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ കുറേ വർഷമായി കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ വരുമ്പോൾ ഈ തേയിലക്കാടൊക്കെ നല്ല തിക്കായിട്ട് നിൽക്കുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സ്ഥലമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ തേയിലത്തോട്ടങ്ങളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് ദൂരം കൂടി ഉള്ളെന്ന് തോന്നുന്നു. ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. നല്ല കിടിലൻ സ്പോട്ടാണ്. അത്യാവശ്യം നമുക്ക് കുറച്ച് നേരമൊക്കെ സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല തിരക്കുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ടോക്കൺ അനുസരിച്ചാണ് നമുക്ക് ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്നത്. നമ്മളപ്പോൾ ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ഈ ഒരു സ്പോട്ട് തിരക്കി വരാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. അത് നമ്മൾ വന്ന് നേരിട്ടറിയുക തന്നെ വേണം. ശരിക്കും ആളുകളൊക്കെ ഒരു ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം മെനക്കെട്ട് വരുന്നത് ഒട്ടും നഷ്ടമില്ല. അത്രയ്ക്ക് നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കൂട്ടുകാരുടെ കൂടെ കൂടിയോ അല്ലെങ്കിൽ ഫാമിലിയോ ഒത്തൊക്കെ ഒരു തവണയെങ്കിലും വന്നത് അനുഭവിച്ചറിയുക തന്നെ വേണം.